ശരിക്ക് 39 വർഷം പൂർത്തിയായ ഒരു സമരത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അറബി ഭാഷയുടെ സമരമായതുകൊണ്ട് തന്നെ നമുക്കതിന് 40 വർഷം പൂർത്തിയായി എന്ന് പറയാം. കഴിഞ്ഞ റമദാൻ 17-ന് 40 വർഷം പൂർത്തിയായി. അപ്പൊ ആ രീതിയിൽ തന്നെ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. അറബി ഭാഷ നമ്മളുടെ നാട്ടിൽ പഴയ കാലഘട്ടങ്ങളിൽ കൊളോണിയൽ കാലത്തിനും അതിന്റെ മുമ്പും നമ്മളുടെ നാട്ടിലെ വ്യവഹാര ഭാഷയായിരുന്നു എന്നതാണ് വസ്തുത. ഇതിൽ സീനിയർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ വീടുകളിൽ ഏടുകളായിട്ടും അല്ലാതെയും ഉള്ള കാര്യങ്ങളൊക്കെ അറബി മലയാളത്തിലാണ്. അങ്ങനെ ഒരു ലിപി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ഭാഷയുണ്ടായിരുന്നു. അറബി മലയാളത്തിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. അഥവാ കാലഘട്ടങ്ങളിൽ 100% സാക്ഷരതയുള്ള സമൂഹമായിരുന്നു നമ്മൾ. കൊളോണിയൽ വന്ന ശേഷം ഉണ്ടായ കാലഘട്ടത്തിലുള്ള നഷ്ടങ്ങളിൽപ്പെട്ട ഒന്നാണ് അറബി ഭാഷക്കടക്കമുള്ള പ്രാധാന്യം നമുക്ക് ഗവൺമെന്റുകൾ എടുത്തു കളഞ്ഞു എന്നുള്ളത്. ഈ കരിനിയമത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ പോരാട്ടം തുടങ്ങിയത് 1980-ലൊന്നും അല്ല. ഈ പോരാട്ടം അതിന് കുറെ മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. അഥവാ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ നമുക്ക് ആ കാലഘട്ടങ്ങളിൽ കൊളോണിയൽ ഭരണത്തിൽ ഉണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ട കൂട്ടത്തിൽ പെട്ടതാണ് അറബി ഭാഷയുമായിട്ടുള്ള ബന്ധം. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾക്ക് പാർലമെന്റിൽ 20 MP-മാർ അല്ലെങ്കിൽ 26 MP-മാർ മാത്രം മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് എങ്കിൽ ബ്രിട്ടീഷുകാരുടെ പാർലമെന്റുള്ള കാലഘട്ടത്തിൽ ഇതിനേക്കാളേറെ പ്രാതിനിധ്യം നമുക്കുണ്ടായിരുന്നു. കാരണം നമുക്ക് ജനസംഖ്യാ പ്രാതിനിധ്യ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾക്ക് പല കോളേജുകളുടെയും മുഹമ്മദൻ എന്ന് ചേർത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള കോളേജുകൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങൾ അഭിവൃദ്ധിക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യവും ഇന്ത്യ വിഭജനവും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അതൊക്കെ നഷ്ടപ്പെടുകയും ആ പേരുകളൊക്കെ തിരിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. ആ ഒരു കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മളിത് മനസ്സിലാക്കാൻ. ഇവിടെ പരാമർശിച്ചതുപോലെ തന്നെ 22 അറബ് രാജ്യങ്ങളുണ്ട്, 57ഓളം മുസ്ലിം രാജ്യങ്ങളുണ്ട്. മൊത്തത്തില് ഇവിടങ്ങളിലൊക്കെ അറബി ഉണ്ട്. പക്ഷെ അതേ സമയത്ത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ചില്ലി കാശ് മുടക്കാതെ, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിക്കാൻ വേണ്ടി ഒരു കാശ് മുടക്കാതെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു പ്രദേശത്ത് അറബി പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ലോകത്ത് തന്നെ അത് കേരളത്തിൽ മാത്രമാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 1930-കളിൽ തന്നെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും 1956-57 കാലഘട്ടങ്ങളിൽ 56-ൽ കേരളം ഉണ്ടാവുകയൊക്കെ ചെയ്തെങ്കിൽ പോലും നമ്മൾക്കൊരു അധികാരം കിട്ടിയിരുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ് ഒരു സമൂഹം വളരാൻ വേണ്ട കാര്യങ്ങൾ എന്ന് പഠിച്ച് മനസ്സിലാക്കിയിരുന്ന നമ്മളുടെ നേതാക്കന്മാർ അവര് വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയായിരുന്നു. സദിയോം സെ ഇന്തസാർ എന്ന് പറഞ്ഞതുപോലെ 100 കണക്കിന് വർഷങ്ങളായിട്ട് നമുക്ക് എന്നാണ് നമ്മളുടെ കയ്യിൽ രാഷ്ട്രീയത്തിന്റെ ചുക്കാൻ, അധികാരത്തിന്റെ ചുക്കാൻ കിട്ടുക കാത്തിരുന്ന് വേഴാമ്പലിനെ പോലെ കാത്തിരുന്ന സമയത്താണ് നമുക്ക് 1967-ൽ വിദ്യാഭ്യാസ പോർട്ട്ഫോളിയോ CH മുഹമ്മദ് കോയ സാഹിബിന്റെ കയ്യിലേക്ക് വരുന്നത്. ആ CHന്റെ മാജിക്കാണ് സത്യത്തിൽ ഇവിടെ ഒരു പോർമുഖം തുറക്കുന്നത്. നിങ്ങൾ ഈ ഭാഷാ സമരത്തെ എനിക്ക് ഭാഷാ സമരത്തിൽ പങ്കെടുത്ത പരിചയമില്ല. പക്ഷെ ആ ഭാഷാ സമരം എൻ്റെ മുന്നിൽ ഏറ്റവും സ്ഫടികത്തിൽ കാണുന്നത് പോലെ പ്രതിബിംബിച്ച് കാണുന്ന ഒരു സമരമാണത്. അന്ന് ഞാൻ 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ മദ്രസയിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ ഞങ്ങൾക്ക് അന്ന് മദ്രസയിൽ ഉള്ള ക്ലാസ് അന്ന് നമസ്കാരമാണ്. നമസ്കാരം പ്രാക്ടിക്കലായി പഠിപ്പിച്ചു തരാൻ വേണ്ടി മദ്രസയുടെ വരാന്തയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിരുന്നു. അവിടെ വരാന്തയിൽ നിൽക്കുന്ന സമയത്ത് ചില വണ്ടികൾ മുസ്ലിം ലീഗിന്റെ ഹരിത പതാകയും കെട്ടിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മലപ്പുറത്തേക്ക് പോകുന്നത് രാവിലെ 6 മണി 6:30 മണിക്ക് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് രാത്രി ആ പരിപാടിയുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങാടിയിൽ ചർച്ച ചെയ്യുകയും എൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ചർച്ച ചെയ്യുകയും അതൊക്കെ കേൾക്കുകയും ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. എൻ്റെ ഒരു എളാപ്പയാണ് ടി രായൻകുട്ടി എന്ന് പറയുന്ന ആള്. അദ്ദേഹം ആ സമരത്തിൽ അന്ന് മലപ്പുറം ജില്ലാ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരിൽ ഒരാളാണ്. അപ്പൊ അവരിൽ നിന്നൊക്കെ ഞാനത് കേട്ടു. ഒരു രക്തസാക്ഷി എന്ന വാക്ക് എൻ്റെ ഡിക്ഷണറിയിലേക്ക്, എൻ്റെ തലച്ചോറിലേക്ക് ആദ്യമായി കയറുന്നത് 1980-ലാണ്. അന്നെനിക്ക് 7 വയസ്സുണ്ടാവും. അപ്പോ അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എനിക്കുള്ള ഓർമ്മ.
ഞാൻ ഗാന്ധിജിയെ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഗാന്ധിജി നമുക്ക് എങ്ങനെ ഗാന്ധിജിയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ഇത്രയും വലിയ സക്സസ് ആയി എന്നുള്ളത്. അതിനൊരു മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നു അദ്ദേഹത്തിന്റെ ഒരു 3 വാചകങ്ങൾ. ഫസ്റ്റ് ദേ ഇഗ്നോർ യു. ആദ്യം അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യും, അവഗണിക്കും. ദെൻ ദേ വിൽ ലാഫ് അറ്റ് യു. പിന്നീട് അവർ നിങ്ങളെ നോക്കി പരിഹസിച്ചു ചിരിക്കും. ദെൻ ദേ വിൽ ഫൈറ്റ് വിത്ത് യു. അതിനുശേഷം നിങ്ങളെ ക്രഷ്ഡാക്കാൻ വേണ്ടി, നിങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അവർ നടത്തും. ആ സമയം കഴിഞ്ഞാൽ ദെൻ യു വിൻ. പിന്നെ നിനക്കുള്ള ചാൻസാണ്, യു വിൻ, നീ വിജയിക്കും. ഇത് എല്ലാം കറക്റ്റായിട്ട് വന്ന ഒരു പോരാട്ടത്തിന്റെ പേരാണ് ഭാഷാസമരം. കരിനിയമങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കി നിങ്ങൾ. പുതിയ ഏതൊരു അരപ്പട്ട കെട്ടിയ മാപ്പിളയാണല്ലോ അന്നുണ്ടായിരുന്നത്. ആ ഒരു മാപ്പിളയോട് ചോദിച്ചാൽ പോലും അക്കമഡേഷൻ, ഡിക്ലറേഷൻ, ക്വാളിഫിക്കേഷൻ എന്ന ഇംഗ്ലീഷിലെ 3 വാക്കുകൾ അവർക്ക് കാണാതെ അറിയാമായിരുന്നു. ഇത്തരം വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ച പന്നി വിഷയമായിരുന്നു CPM മുസ്ലിങ്ങൾക്കെതിരെ കൊണ്ടുവന്നിരുന്നത്. ഒരു പക്ഷേ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് വിജയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, സമരത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ ഭാവി എന്നത് ഇന്ന് മുത്തലാഖിലേക്ക് നോക്കിയാൽ മതി. എത്ര പെട്ടെന്നാണ് ചൂടപ്പം പോലെ മുത്തലാഖ് വിജയിപ്പിച്ചെടുത്തത്. അപ്പൊ അതുപോലെ മുസ്ലിംസ് അത് ചെറിയൊരു ഇഫക്റ്റ് ഉണ്ടാക്കുള്ളൂ നമ്മുടെ സമുദായത്തിൽ. പക്ഷെ ഇതല്ല, കാലകാലം നീണ്ടു നിൽക്കുന്ന ഇഫക്റ്റിലേക്ക് പോകുന്ന ഒരു കരിനിയമമായിരുന്നു ഇത്. ഇവിടെ ഞാനൊരു കാര്യം പറയുന്നു. ഈ സമരം വിജയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മളുടെ ജാഗ്രതയാണ്. ഏറ്റവും വലിയ ജാഗ്രത. ആ ജാഗ്രതയും ആ വിഷയത്തെക്കുറിച്ചുള്ള പണ്ഡിതോചിതമായ അറിവും അതാണ് സത്യത്തിൽ നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചത്. കാരണം അന്ന് കരുവള്ളൂരും കൊളത്തൂട്ടി മുഹമ്മദ് മൗലവിയും അതുപോലെ CH മുഹമ്മദ് കോയ സാഹിബും ബീരാൻ സാഹിബും അടക്കമുള്ള ബുദ്ധിജീവി വിഭാഗം ഈ വിഷയത്തിന്റെ ആഴങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കി. അതുകൊണ്ട് ചട്ടപടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമരരംഗത്തേക്ക് ഇറങ്ങി. ജൂലൈ 30 മുമ്പ് ജൂലൈ 7 സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നത്. ആ മാർച്ച് CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞ വാക്കല്ല ഞാൻ പറയുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യന്റെ തലക്കും തെങ്ങിന്റെ കുലക്കും എന്ന് പറഞ്ഞതുപോലെയുള്ള പ്രയോഗമാണ് ഈ സമുദായം, ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള വാക്ക്. അത് കഴിഞ്ഞിട്ട് വരുന്ന മറ്റൊരു വാക്കാണ് ആ സമരത്തിന് ശേഷം നമ്മളുടെ വെടിവെപ്പൊക്കെ കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു പ്രഖ്യാപനം. ഗ്രേറ്റ് മാർച്ച് നിയമസഭയിലേക്ക് വരുന്നു, തിരുവനന്തപുരത്തേക്ക് വരുന്നു, സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു. ഈ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുവാൻ, അതുപോലെ തന്നെ സമൂഹത്തെ ആകെ മാനസിക മനഃശാസ്ത്രപരമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ലീഡേഴ്സിന്റെ കഴിവാണത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ആശീർവാദത്തോടു കൂടി KATF നയിച്ച വാഹന പ്രചാരണ ജാഥ, അത് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു. ആ വാഹന പ്രചാരണ ജാഥ ഒരു 10 ദിവസം നീണ്ടുനിന്ന വാഹന പ്രചാരണ ജാഥ കരുവള്ളൂര് കാസർഗോഡിൽ നിന്നും ഇങ്ങോട്ട് എറണാകുളത്തേക്കും, അതുപോലെ തന്നെ കൊളത്തൂർ മൗലവി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കും രണ്ടുപേരും നടുക്ക് വെച്ച് സന്ധിച്ച ആ യാത്രയിൽ കേരളം മൊത്തം ചർച്ച ചെയ്തു. കേരളം മൊത്തം ഈ വിഷയം ചർച്ച ചെയ്തു. കാരണം ആ പ്രഭാഷകർ അതുപോലത്തെ പ്രഭാഷകരായിരുന്നു. ആ സമരത്തിന്റെ സത്യസന്ധത അതുപോലത്തെ ആയിരുന്നു. അള്ളാഹുവിന് അനർഘമായ സഹായം ഇതിനുണ്ടായിരുന്നു. കാരണം അള്ളാഹുവിന്റെ ഭാഷ ഇതുപോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു രാജ്യത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് ഗവൺമെന്റിന്റെ പോളിസിയാക്കി മാറ്റാൻ കഴിഞ്ഞ ഒരു വിപ്ലവം അത് ലോകത്ത് വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ ഒരു ഭാഷയ്ക്ക് വേണ്ടി 3 ജന്മങ്ങൾ, അറബി ഭാഷയ്ക്ക് വേണ്ടി ആയിരക്കണക്കായ വർഷങ്ങളുടെ പഴക്കമുള്ള ഭാഷയാണ് അറബി ഭാഷ. ആ ഭാഷയ്ക്ക് വേണ്ടി ചരിത്രത്തിൽ ആദ്യമായിട്ടും, ഇപ്പൊ ഇതുവരേക്കും വേറെ ഒന്നുമില്ല എന്ന് തന്നെ പറയാം, ആദ്യമായിട്ടും അവസാനമായിട്ടും 3 രക്തസാക്ഷികളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഒരു സമുദായത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ എന്ന് അഭിമാനം നമുക്കതിലുണ്ടാവണം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. ബഹുമാനം നിറഞ്ഞ KMCC ഗ്ലോബൽ കൂട്ടായ്മയിലെ നേതാക്കളെ, സഹോദരന്മാര്, സഹോദരിമാര്, ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കേണ്ടതാണ്. പ്രഗത്ഭമതികളായിട്ടുള്ള ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ് KMCC ഗ്ലോബൽ കൂട്ടായ്മ. എപ്പോഴും ഞാനിതിലെ കാര്യങ്ങളൊക്കെ ഒരല്പം അത്ഭുതത്തോടു കൂടി തന്നെ നോക്കിക്കാണാറുണ്ട്. നല്ല നല്ല ഗാനങ്ങൾ വെള്ളിയാഴ്ച വരുന്നതൊക്കെ വലിയ സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സംഗതികളൊന്നും വിട്ടുപോവാതെ ഒപ്പം തന്നെ KMCCയുടെ മുദ്രയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഗ്രൂപ്പ് അഭിമാനകരമാണ്. നമ്മളുടെ ദർശനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നേണ്ട ഈ കാലഘട്ടത്തിൽ വളരെ കാലോചിതമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി സമയം വെറുതെ കളയാതെ മുന്നോട്ട് പോകുന്ന ഈ കൂട്ടായ്മക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഏതായാലും ഭാഷാ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളൊക്കെ സംസാരിച്ചു കഴിഞ്ഞ്, അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് അനുചിതമായിരിക്കുമെന്ന് എനിക്കറിയാം. അഫ്സൽ റഹ്മാൻ സാഹിബ് ഇതിൻ്റെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയും AK മുസ്തഫ സാഹിബ് വളരെ ഗംഭീരമായ രീതിയിൽ ഒരു അധ്യക്ഷ പ്രഭാഷണം നമുക്കായി കാഴ്ചവെക്കുകയും ചെയ്തു. TPM ബഷീർ സാഹിബ് രാഷ്ട്രീയപരമായ ഇതിൻ്റെ വിഷയങ്ങളെ നല്ല രീതിയിൽ ഇവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരികയും, അതുപോലെ തന്നെ ഫൈസൽ മാലിക് സാഹിബ്, സീറു, എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ നസീർ സാഹിബ്, അദ്ദേഹം വികാരപരമായ കുറേ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. വഹീദ രണ്ടത്താണി സാഹിബ, അതുപോലെ തന്നെ അനീഫ സാഹിബ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇനി ആ വിഷയത്തെ ആ രീതിയിൽ കാണാതെ അതിൻ്റെ ഗുണകാംക്ഷ എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ നസീഹത്ത് എന്താണ് എന്ന രീതിയിൽ ഒരു അവലോകനം നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ, അതായത് ബഷീർ സാഹിബ് കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്, എന്താണ് CH ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഈയിടെ MI തങ്ങളുടെ ഒരു ലേഖനം, താജ്മഹൽ എന്നെന്തോ പറഞ്ഞിട്ട് CH കുറിച്ചുള്ള ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ CHും ലീഗിന്റെ ദർശനവും തമ്മിലൊരു ബന്ധപ്പെടുത്തലുണ്ട്. വളരെ രസകരമായ ഒരു ബന്ധപ്പെടുത്തലാണ്. അതായത് CH മുസ്ലിം ലീഗ് ദർശനത്തിലേക്ക് പരകായം ചെയ്തോ അല്ല മുസ്ലിം ലീഗ് ദർശനം CHലേക്ക് പരകായം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും കൂടി സംഭവിച്ചു. അങ്ങനെ നമ്മളുടെ നന്മകൾ, ഒരാൾ തുടങ്ങിയ ആ നന്മകൾ അയാളിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് നല്ലൊരു ചിത്രണം വരച്ചിടുന്നുണ്ട് MI തങ്ങൾ. MI തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അവഗാഹത്തോടു കൂടി പഠിച്ച് മനസ്സിലാക്കി ദർശനം എന്താണ് എന്ന് കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്ന വ്യക്തിയാണല്ലോ. അദ്ദേഹം CHനെ കുറിച്ച് പറഞ്ഞത് അതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു, മനുഷ്യന്റെ തലക്കും തെങ്ങിന്റെ കുലക്കും വിലയില്ലാത്ത കാലം എന്ന CHന്റെ ആ ഒരൊറ്റ ഉപമയാണ് ഒരു ഇലക്ഷനിലെ കംപ്ലീറ്റ് ചർച്ച എന്ന് പറയുന്നത്. ആ രീതിയിലാണ് CH മുഹമ്മദ് കോയ സാഹിബ് ഇതിനെ എല്ലാ തരത്തിലുള്ള കണ്ണികൾ ചേർത്ത് വെച്ചുകൊണ്ട്, ഡോട്ട്സ് പൂരിപ്പിച്ചുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തെ ചെറിയൊരു കാലഘട്ടത്തിൽ വലിയൊരു വിപ്ലവത്തിലേക്ക് കൊണ്ടുപോയത്. ഇന്നും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും, കഴിഞ്ഞ നിയമസഭയുടെ കാലഘട്ടത്തിലാണ് ആന്ധ്രാപ്രദേശിൽ 70 മുസ്ലിം വിദ്യാലയങ്ങൾ ഒന്നിച്ചു വന്ന ഒരു അത്ഭുതം ഉണ്ടായത്. അത് അവർ വല്ലാതെ എടുത്തു കാണിക്കാറുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. പക്ഷെ 70ഉം 700ഉമല്ല, വിദ്യാലയങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെ തിരികൊടുത്തുകൊണ്ടാണ് CH മുഹമ്മദ് കോയ സാഹിബ് 2 വർഷം 1967 മുതൽ 69 വരെ മാജിക് കാണിച്ചത്. ആ മാജിക്കിൽ തകർന്നടിഞ്ഞ CPMന്റെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ചിന്താഗതിയുടെ ബുദ്ധിജീവികളിൽ ഉയർന്നു വന്ന ഇതൊന്ന് അടക്കിയേ മതിയാവുള്ളൂ, ഇവരെ പിടിച്ചു കിട്ടിയേ മതിയാവൂ എന്നുള്ള തീവ്രമായ ചിന്തയുടെ ഫലമായിട്ടാണ് 1980 ഭാഷാ സമരം അല്ലെങ്കിൽ നമുക്ക് നേരെയുള്ള കരിനിയമങ്ങൾ വരുന്നത്. ഈ കരിനിയമങ്ങളൊക്കെ വന്ന ഉടനെ തന്നെ ഉണ്ടാക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഭരണം കിട്ടിയ ഉടനെ തന്നെ ഈ കരിനിയമങ്ങളുമായി വന്നു, ഒരു വിദ്യാഭ്യാസ പൊളിച്ചടക്കൽ കൊണ്ടുവന്നു എന്നതിന്റെ അർത്ഥം തന്നെ എന്താ? അതവര്
അവർക്ക് ഭരണമില്ലാതിരുന്ന കാലഘട്ടത്തിൽ അവർ പഠിച്ചെടുത്ത ഓരോ കാര്യങ്ങൾ പ്രയോഗവൽക്കരിക്കുകയായിരുന്നു. അതിനവർക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കൂട്ടുണ്ടായിരുന്നു. ഭാഷാ സമരം സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു വലിയ അധ്യായമാണ്. ഞാൻ പറയുന്നത് ഒരു വലിയ അധ്യായമല്ല, ഇതൊരു വലിയ പാഠപുസ്തകമാണ്. ഏത് സമയത്ത് നമ്മളത് വായിച്ചാലും പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്ന പാഠപുസ്തകമാണ്. ഒരു സമൂഹം എന്തെല്ലാം നേരിടാൻ ഒരു സമരത്തിലൂടെ എന്തെല്ലാം നേരിടാൻ കഴിയുമോ, ഒരു പോരാട്ടത്തിലൂടെ എന്തെല്ലാം നേരിടാൻ കഴിയുമോ, അതൊക്കെ ഈ സമരത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. നിയമനിർമ്മാണ സഭ ഒരു പോർക്കളമാക്കാൻ നമുക്കതിൽ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നപ്പോൾ ജാഗ്രതയോടുകൂടി ഒരു സമൂഹം ഇടപെട്ടതിനുള്ള തെളിവായിട്ട് എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ആധുനിക കാലഘട്ടത്തിലെ തുല്യതയില്ലാത്ത സമരമാണ് ഭാഷാ സമരം. പോരാട്ടമാവട്ടെ, പോരാട്ടത്തിന്റെ ഓരോ പോർമുഖങ്ങളും നമ്മൾ തുറന്നു. MSF അതിൽ ഇടപെട്ടു, KATF അത് സ്റ്റാർട്ട് ചെയ്തു, യൂത്ത് ലീഗ് അത് ഏറ്റെടുത്തു, മുസ്ലിം ലീഗ് അത് വിജയിപ്പിച്ചു. ആ രീതിയിലുള്ള പോരാട്ടത്തിന്റെ എല്ലാ പോർമുഖങ്ങളും വിവിധ രീതിയിലുള്ള പോർമുഖങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നത്. പഞ്ചായത്തുകളിലേക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്ക്, DDO ഓഫീസുകളിലേക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറ്റു ഓഫീസുകളിലേക്ക് ഒക്കെ സമരം നടത്തിയ ശേഷമാണ് നമ്മൾ ഈ സമരത്തെ ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അതും പരിശുദ്ധമായ റമദാനിന്റെ, അതും ബദർ ദിനത്തിലേക്ക് നമ്മൾ മാറ്റിവെച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ സമരത്തിന്റെ പോരാട്ടം നടക്കുന്ന ഓരോ നിമിഷങ്ങളും, അതായത് സുബഹിയുടെ മുമ്പ് ആളുകൾ എണീറ്റുകൊണ്ട് മലപ്പുറത്തേക്ക് പോവുകയാണ്. ഒരു കുഞ്ഞിക്ക എന്ന് പറയുന്ന ആളുണ്ട് ജിദ്ദയിൽ. അദ്ദേഹം അബ്ദുറഹ്മാൻ സാഹിബിന്റെ അല്ലെങ്കിൽ മരിച്ച മുഹമ്മദ് അബ്ദുറഹ്മാന്റെ കൂടെ യാത്ര ചെയ്തതാണ് ബസ്സിൽ അങ്ങോട്ട്. ഇന്നും അദ്ദേഹം ആ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുമ്പോഴും ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴും കരഞ്ഞു പോകും. ഈ അബ്ദുറഹ്മാൻ എന്ന ആ വ്യക്തിക്ക് അന്ന് നോമ്പ് തുറയുണ്ട്. ആ നോമ്പ് തുറയിലേക്ക് എത്താൻ വേണ്ടി തിരിച്ചു പോകാൻ വേണ്ടി നിന്ന ആളാണ്. ഈ കുഞ്ഞിക്ക വാപ്പ പറഞ്ഞു, നീ പോകണ്ട, സമരത്തിന് പോകണ്ട എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, അല്ലപ്പ ഞാൻ പോവുകയാണ്, ഇനി ആൾക്കാരൊക്കെ ഉണ്ട്, ഒന്നാജി പേരിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വെടിവെക്കുന്നത് അബ്ദുറഹ്മാൻ വെടികൊള്ളുന്നത് ഈ പറയുന്ന കുഞ്ഞിക്കായുടെ ഏകദേശം അടുത്ത് നിന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി ആ പോരാട്ടം. അത് കഴിഞ്ഞിട്ട് ആ സമരത്തിൽ പങ്കെടുത്ത് 12,000 ആളുകളാണ്. 6,000 ചില്ലാനം ആളുകൾ, വീരൻ സാഹിബിന്റെ നസീർ സാഹിബോട് പറഞ്ഞതുപോലെ 6,000 ചില്ലാനം ആളുകളുടെ പേരിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കി. ഈ കള്ളക്കേസുകളൊക്കെ വളരെ അത്ഭുതകരമാണ്. പല ആളുകളും ആ സമരത്തേക്ക് പോയിട്ട് മലപ്പുറത്ത് തന്നെ ഇല്ലാത്ത ആളുകളുണ്ടായിരുന്നു. 85 വയസ്സായ ഒരു വയോവൃദ്ധനായ ഒരു മൗലവിയെ മങ്കട ഭാഗത്തു നിന്നുള്ളൊരു മൗലവിയൊക്കെ കേസിൽ കുടുക്കിയിട്ടുണ്ട്. KSRTC ബസ് മറിച്ചിട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ടായിരുന്നത്. അപ്പൊ ഈ കേസുകളൊക്കെ പൊളിയുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് UA ലത്തീഫ് സാഹിബ്, അതുപോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നാലകത്തെ സൂഫി സാഹിബ്. അദ്ദേഹം വന്ന MLA ആണ്. ആ MLA സ്ഥാനമൊക്കെ മാറ്റി വെച്ചിട്ട് ഗൗൺ അണിഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് പോയി. അങ്ങനെ കോടതിയിലെ പോരാട്ടം, ഇതൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് പഠിപ്പിച്ചു തരാം. അതുപോലെ തന്നെ മുദ്രാവാക്യം, അന്നാ വിളിച്ച മുദ്രാവാക്യം, ബദറും വഹദും ഖന്ദഖും ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയിട്ടുള്ള അത്തരം മുദ്രാവാക്യങ്ങൾ, അത്തരം മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്താൻ നമുക്കന്ന് കഴിയുന്നുണ്ട്. CH പറഞ്ഞ മുദ്രാവാക്യങ്ങൾ, ഇതൊക്കെ നമ്മളുടെ ഒരു സമൂഹം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ തെളിവുകൾ നൽകുന്ന ഏറ്റവും വലിയ ഒരു പോരാട്ടത്തിന്റെ പേരാണ് ഭാഷാ സമരം. അത് മാത്രവുമല്ല, മുസ്ലിം ലീഗും അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഐക്യപ്പെടുന്നതിലേക്ക് നയിച്ച, ഉമ്മത്ത് എന്നതിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് ഭാഷാ സമരം. ആ രീതിയിൽ കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. കേരളത്തിൻ്റെതാവട്ടെ ഇന്ത്യയുടേതാവട്ടെ സമര ചരിത്രത്തിൽ 100% വിജയിച്ച സമരം റെക്കോർഡ് ചെയ്യപ്പെട്ടതൊന്നും കൂടുതലില്ല. ആ അർത്ഥത്തിൽ ഈ സമരം വേറിട്ട് നിൽക്കുന്ന ഒരു സമരമായിരുന്നു. നമ്മൾ ചോദിച്ചതെല്ലാം ഗവൺമെന്റിന് അംഗീകരിക്കേണ്ടി വന്നു. ഞാൻ നേരത്തെ ഗാന്ധിജി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അവർ ഇഗ്നോർ ചെയ്തു. നമ്മൾ അവർ ഈ വിഷയം മുന്നോട്ട് വെച്ചപ്പോൾ എല്ലാ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് അവർ എതിർത്തു. അവർ പറഞ്ഞു, വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾ പരിഷ്കാരം കൊണ്ടുവരികയാണ്, ഈ മാപ്പിളമാർക്ക് ആ പരിഷ്കാരം ആവശ്യമില്ല. മുസ്ലിം ലീഗ് പറയുന്നത് തെറ്റായ കാര്യമാണ്. അഖിലേന്ത്യാ ലീഗ് പോലും അന്ന് അവരുടെ കൂടെ നിന്നിരുന്നു ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത്. അവർക്കറിയില്ലായിരുന്നു ഇതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് അറിയില്ലായിരുന്നു. അന്ന് അവർക്ക് കൂടെ നിൽക്കേണ്ട ഗതികേട് വന്നു. ബേബി ജോണിന് അറിയില്ലായിരുന്നു
ഇതിലെന്താണ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ നിയമസഭയിൽ ഈ കാര്യം വന്ന് പറഞ്ഞപ്പോൾ ടി.കെ. രാമകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഈ മാപ്പിളമാർ ഇനി അടങ്ങി നിന്നുകൊള്ളൂ, കാരണം അവർക്ക് 3 ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു പ്രഖ്യാപനം പൊതുരംഗത്തുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ആ രീതിയിൽ അവര് നമുക്കെതിരെ ലാഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളെ കേസുകളിൽ കുടുക്കിക്കൊണ്ട് നമുക്കെതിരെ ഫൈറ്റ് ചെയ്തു. നമുക്കെതിരെ എല്ലാ കള്ളക്കഥകൾ മുഴുവൻ കെട്ടിച്ചമച്ചുണ്ടാക്കുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ നിശ്ചയദാർഢ്യവും ഒരു ഉമ്മത്ത് എന്ന് പറയുന്ന നേതൃത്വവും ഒരു സമരം സാലിഹായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുമാണ് എങ്കിൽ വിജയിക്കുമെന്നതിലുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ സമരം. മറ്റു സമരങ്ങൾ ഇതുപോലെ വിജയിക്കാതിരിക്കുന്ന കാര്യം ഈ ഘടകങ്ങളൊന്നും ഒത്തുവരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ കുട്ടിയെയും പഠിപ്പിക്കേണ്ടതാണ്. 7 വയസ്സും 10 വയസ്സും, അതായത് 7ാം ക്ലാസ്സിലുള്ള കുട്ടികൾ മുതൽക്കുള്ള കുട്ടികൾക്ക് മുസ്ലിം ലീഗിന്റെ അധ്യായങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിലെ ഏറ്റവും വലിയ പാഠമാണ്, അല്ലെങ്കിൽ പുസ്തകമാണ്, അല്ലെങ്കിൽ അഭിമാനകരമായ അസ്തിത്വത്തിനും വേണ്ടി നിലനിന്നു എന്ന് പറയാൻ ഇന്ത്യയിലെ 20-25 കോടി മുസ്ലിംസൊക്കെയും മാതൃകയായിട്ട് മുന്നോട്ട് വെക്കാവുന്ന ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ പേരാണ് 1980 ഭാഷാ സംഘം. ഈ അവസരം നൽകിയ യൂറോപ്പിലെ ആളുകൾക്കും അഡ്മിന്മാർക്കും എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ആഖിർ ദഅവാന വനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.